ലാലേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് ലാലേട്ടൻ്റെ ഫാൻസും നിവീനും തമ്മിലൊന്നും ഒരു ചെറിയൊരു ഉരസലുണ്ടായി. അയ്യോ, അത് ഭയങ്കര ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അങ്ങനെ ഒരു സംഭവമേ സംഭവിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു മാഗസീനിലാണ് അത് വന്നത്. അതിൻ്റെ അകത്ത് ഒരു കോൺവെർസേഷനൊക്കെ അവർ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിരുന്നു. ഞാനതായിട്ട് ലാലേട്ടനെ വിളിക്കുകയും സംസാരിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞ്, മോനെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കും നിനക്കും അറിയാം. അപ്പോൾ നീ എന്തിനാ പേടിക്കുന്നത്? സിനിമയിൽ ഇത് ഉള്ളതാണ്, അത് ഇനിയും വന്നുകൊണ്ടിരിക്കും. അത് വളരെ വാർത്ത എന്തായിരുന്നു പത്രങ്ങളിലൊക്കെ വന്നിരിക്കും. അതായത് മോഹൻലാൽ നിവിൻ പോളിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നിവിൻ പോളി ആ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ വേറെ ആരാണ്, അമ്മയുടെ ഡയറക്ടേഴ്സ് വിളിക്കുന്നു. അല്ല എനിക്ക് പക്ഷെ നിവിൻ ഒരു പക്ഷേ പല ഡയറക്ടേഴ്സ് വിളിക്കുന്നു, അമ്മയുടെ ഭാരവാഹികൾ വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ലാലിൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് നിവിനോട് ചോദിക്കുന്നു. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നീട് അത് സംബന്ധിച്ച് ലാലേട്ടൻ്റെ ഫാൻസ് പ്രതിഷേധിക്കുന്നു. പിന്നെ അതിനകത്ത് കളിച്ച വേറെ ചില ആൾക്കാർക്ക് കിട്ടി പണി ഞാൻ പഠിപ്പിക്കുമെന്ന് ചില ഫാൻസുകൾ പറയുന്നു. ഇതൊക്കെ നോക്കിയിരുന്നോ? ഒന്ന് അന്താളിച്ചോ? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് ഇങ്ങനെ ന്യൂസ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ആകപ്പാടെ ഇന്ന് വിശ്വസനീയമായിട്ടുള്ളത് ലാലേട്ടൻ സംസാരിക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ ലാലേട്ടനെ വിളിച്ചപ്പോൾ കാര്യം പറഞ്ഞു, ഇതാണ് അവസ്ഥ. ലാലേട്ടൻ പറഞ്ഞു, അപ്പോൾ ലാലേട്ടൻ അന്ന് എനിക്കൊന്ന് ചിക്കൻ ബോക്സ് കൊണ്ടിരുന്നത് കിടക്കരുത്. ലാലേട്ടൻ പറഞ്ഞു, ഞാനത് സംസാരിച്ചോളാം. ലാലേട്ടൻ അത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഒരു ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത്. I saw some news regarding Nivin Pauly. It doesn't have any relevance. It has got no relevance. കണ്ടോ, ഞാൻ മനപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്നു. ഈ നിവിനെ കുറിച്ചുള്ളത് എനിക്ക് നിവിനേക്കാളും കൂടുതൽ എനിക്കാണ് ഉറപ്പിരിക്കുന്നത്. അല്ല, അതൊക്കെ ചെയ്യാൻ ലാലേട്ടനൊരു മനസ്സ് കാണിച്ചല്ലോ. അതായത് എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഇങ്ങനൊരു അസുഖം ഇരുന്നിട്ടും വയ്യാതിരുന്ന സമയത്ത് പോലും ലാലേട്ടൻ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചു.